സാനിയ ഓടി ഭയങ്കര ഓട്ടാണ്. സാനിയ സ്ഥാനാർത്ഥി ഓടുന്നതിനേക്കാൾ സ്പീഡിലാണ് സാനിയ ഓടുന്നത്. സാനിയ പിരായിരിയിലെ ഓട്ടത്തിലായിരുന്നു. അവസാനം ഞാൻ സംസാരിക്കുമ്പോൾ പിരായിരിയിൽ നിന്ന്, ഉണ്ണിസാറിന്റെ പ്രിയപ്പെട്ട പഞ്ചായത്താണ്, പിരായിരിയിൽ നിന്ന് ഓടി സാനിയോ ഇപ്പോൾ എവിടെ എത്തിയെന്നോ അതാ ഇപ്പോൾ ചാക്യാറുമായി അവിടെ കപ്പിൾ ഡാൻസ് ഒക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു. ദീപക് വലേമയുണ്ട്. ദീപക് വലേമ പാട്ട് മുറുകുകയാണോ? മേലാമുറിയിലേക്ക് ഇനിയിപ്പോൾ ആരും പ്രചാരണത്തിന് വരേണ്ട എന്നതാണോ അവിടെ തന്നെ തുടങ്ങാൻ NDA തീരുമാനിച്ചതിന്റെ ഒരു ഉദ്ദേശ്യം? സുജയ, മേലാമുറി മേഖല എന്ന് പറയുന്നത് NDA ക്യാമ്പിനെ സംബന്ധിച്ച് അവർക്ക് ശക്തിയുള്ള മേഖല കൂടിയാണ്. അതുകൊണ്ടാണ് ഈ മേലാമുറിയിൽ നിന്നും ആരംഭിച്ച് വടക്കന്തറ, ചുണ്ണാമ്പുതറ, ജൈനുമേട്, ഒലവക്കോട്, കൽപ്പാത്തി, കുണ്ടമ്പലം വഴി അങ്ങനെ കടന്നു വരാനാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൽമണ്ഡപം റോഡിലേക്ക് എത്തി ഇത് അവസാനിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ ആ ആട്ടത്തിന്റെയൊക്കെ വേഗത കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും. നാടൻപാട്ടിന്റെ താളം അത്ര കണ്ട് വലിയ ഉച്ചസ്ഥായിലേക്ക് എത്തുന്നു. അതിനനുസരിച്ച് ആടുന്ന ചാക്യാർ, ഒപ്പം ചുവടുവെക്കുന്ന NDA പ്രവർത്തകരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കയ്യിൽ ഇപ്പോൾ ഈ നേരത്തെ തന്നെ നൽകിയിരിക്കുന്ന നോട്ടീസൊക്കെ എടുത്ത്, ചേട്ടാ എന്തൊരാട്ടമാണ്. സൂപ്പർ. താമര വിരിയാൻ പോകണം പാലക്കാട്. ഉറപ്പ് 100%. ആവേശത്തിലേക്ക് എത്തി. ആവേശത്തിന്റെ കൊടുമുടിയിലാണ് ഞങ്ങൾ. അതേ കൊടുമുടി, ആവേശത്തിന്റെ കൊടുമുടിയിലാണ് നിങ്ങളും. എല്ലാവരും കൂടെ കൊടുമുടിയിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ കുറച്ച് വനിതാ പ്രവർത്തകരുണ്ട്. ചേച്ചി നമസ്കാരം. ആവേശമുണ്ട്. കൃഷ്ണകുമാറേട്ടൻ ജയിക്കും 100%. ഈ ക്യാമ്പിൽ നിന്ന് സ്വാഭാവികമായിട്ടും കൃഷ്ണകുമാറേട്ടൻ. പാലക്കാട് താമര വിരിയും 6000 വോട്ടിന്. എത്ര താമര കൂടുതൽ വിരിയും? കൂടുതൽ താമര അത് പറയാൻ പറ്റില്ല. അതായത് ഭൂരിപക്ഷം എത്രയെന്ന് ഇപ്പൊ പറയില്ല. 6000 വോട്ടിന് ഭൂരിപക്ഷം 6000 താമര കൂടുതൽ വിരിയും. ആ നിലയ്ക്കുള്ള പ്രതീക്ഷ ഇവർ പങ്കുവെക്കുന്നുണ്ട്. നാടൻപാട്ടുകാർ അടുത്ത പാട്ടിലേക്ക് അധികം വൈകാതെ തന്നെ കടക്കുമെന്ന്. അടുത്ത പാട്ട് റെഡിയാക്കിക്കോ. ഈ ഒരു